നമസ്കാരം, എന്താ സുഖല്ലെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ സർവീസ് സെക്ഷൻ ഫുള്ളിങ് കാണിച്ചു തരാം. സർവീസ് ചെയ്യണ ആരാ അറിയാ? അസ്യാക്കാരന ആളാണ്. അതായത് നമ്മളെ 18 വർഷമായിട്ട് ബെൽറ്റ് സെറ്റ് ഒക്കെ എക്സ്പീരിയൻസ് വർക്ക് ചെയ്യുന്ന അടിപൊളി നമ്മളെ കാക്ക ഇതാ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്ന് കാണിച്ചു കൊടുത്താണ് ഇയാളെ. അസ്യാക്ക, അസ്സലാമു അലൈക്കും. എന്താ വർത്താനം, സുഖല്ലേ? നോമ്പൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ ഓക്കെയാണ്, അടിപൊളിയായിട്ട് പോണേ, ഉഷാറാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ നമ്മളെ വർക്കൊക്കെ, പണികളൊക്കെ? കസ്റ്റമറൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. ആ, അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ബെൽറ്റ് സെറ്റ്, ഇയാളിപ്പോ എന്താ ബെൽറ്റ് സെറ്റ് മാത്രം നന്നാക്കാനായിട്ട് ഒരു എക്സ്പീരിയൻസ് സ്റ്റാഫിനെ വെച്ച് നിർത്തിക്കാണ്. ഇയാളെ 10 തൊട്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂല, അത്രയും സത്യസന്ധനാണ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ടാണ് വരികയാണെന്നുണ്ടെങ്കിൽ, നേരെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കേടുകൾ ഒരു ബോർഡ് തന്നെ, ഇലക്ട്രോണിക്സ് ബോർഡ്, ഏതെങ്കിലും ഒരു ബോർഡ്. ആണോ, ഇതിപ്പോ ഒരു ബെൽറ്റ് സെറ്റിന്റെ ബോർഡാണ്. ജസ്റ്റ് നിങ്ങളൊരു വേറെ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു ബെൽറ്റ് സെറ്റ് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഇതാ ഈ ബെൽറ്റ് സെറ്റ് ഇതുപോലത്തെ ഇങ്ങനത്തെ കാണിച്ചത്, ഇങ്ങനത്തെ ഒരു ബെൽറ്റ് സെറ്റ് കൊണ്ടുവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബെൽറ്റ് സെറ്റ് കൊണ്ടുപോയി ഡബിൾ ബോർഡ് ഇങ്ങനത്തെ ഒരു ബെൽറ്റ് സെറ്റ് കൊണ്ടുപോയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയി സർവീസ് എടുത്ത് കൊടുക്കുമ്പോൾ ഇത് ബോർഡ് വയ്ക്കണേ, ആ ബോർഡാണിത്. ഈ ബോർഡില് ഓൾറെഡി ഇതുമൊക്കെ പണിയെടുക്കാൻ കഴിയും. ഇതുമ്പോ ചിലപ്പോ ഇത് മാത്രം പോയിട്ടുള്ളൂ, ഈ ട്രാൻസ്ഫോമറോ ഈ സംഭവം, ഈ IGBT ഈ സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഈ ബോർഡ് മൊത്തം മാറ്റണം പറയും. ബോർഡിന് മാറ്റണമെങ്കിൽ ഏകദേശം ഒരു 10,000-5,000 റുപ്യ വേണം. ഇത് ആകെ മാറ്റാം നമുക്ക് ചെലവ് എത്ര വെച്ചാല് വെറും 500 റുപ്യ 300 റുപ്യ റേറ്റ് ഉള്ളൂ. അങ്ങനെ സർവീസ് ടൈം എടുത്ത് സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനത്തെ അസ്യാക്കാന്നൊക്കെ പറഞ്ഞ നമ്മളെ ആൾക്കാര്. അപ്പോ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ 200-250 റുപ്യക്ക് മാറ്റാൻ സംഭവം ഉള്ളൂ. പക്ഷെ ഇത് ഇവര് പറയണെന്ന് വെച്ചാല്, എല്ലാ ടെക്നീഷ്യന്മാരും ഞാൻ പറയണില്ല, ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ തന്നെ പറയല്. അതിൽ 1-2 നല്ല ആൾക്കാരുണ്ടാവും. നിങ്ങൾ പറ്റിക്കപ്പെടരുത്. നമ്മുടെ അടുത്ത് വരണം എന്ന് ഞാൻ പറയണില്ല. എവിടെ അന്നും ഇന്നും കൊടുക്കണത് പക്കാ റേറ്റിംഗ് ആണ്. അതായത് ഇതിപ്പോ നിങ്ങൾ നന്നായി കൊണ്ടുപോയിട്ട് നാളെ കത്തിപ്പോയി കഴിഞ്ഞാൽ ഏവണ് ഗ്യാരണ്ടി വരും നിങ്ങൾക്ക്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അസ്യാക്ക, നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ സൂപ്പർ അല്ലേ? ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കുക. ഏത് പണി വന്നാലും നിങ്ങൾക്ക് ഓക്കെ ആണ്. 3 പീസ് ചെയ്യും നിങ്ങൾ, സിംഗിൾ പീസും ചെയ്യും. അപ്പൊ ഈ ബോർഡ് ഇപ്പൊ നമ്മളെ ഇവിടെ മാർക്കറ്റിലുള്ള സാധനമാണോ? ഇത് നമുക്ക് എപ്പോഴും കിട്ടും. അപ്പൊ ഈ ബെൽറ്റ് സെറ്റിനെ കുറിച്ച് ജനങ്ങളോട് എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് ജനങ്ങൾ ഒരു ബെൽറ്റ് സെറ്റ് ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ സർവീസർ ആണല്ലോ, ജസ്റ്റ് ഒന്ന് ഓൽക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ. ഉപയോഗിക്കേണ്ടതെന്ന് പറയുമ്പോ പലതിനും നമുക്ക് വ്യത്യസ്തമായ ആംബിയറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വലിയൊരു ഹെവി ഒരു മെറ്റലിന്റെ പീസ്, ഒരു ഇരുമ്പ് പീസൊക്കെ നമ്മൾ വെൽഡ് ചെയ്യുന്ന ചില ആവശ്യമായ ആംബിയർ ഒരു 100-150 ആംബിയറിന്റെ ഇടയിലിട്ട് നമുക്കൊരു ആംബിയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റെഗുലേറ്റർ, ഈ റെഗുലേറ്റർ കൺട്രോൾ ചെയ്ത് ഒരു 150 ആംബിയറിന്റെ ആ റേഞ്ചിൽ, അതല്ലെങ്കിൽ 120 ആംബിയറിന്റെ റേഞ്ചിൽ ആവറേജ് കിട്ടും. പിന്നെ മാക്സിമം കേബിൾ ലെങ്ത് കൂടുതലായിട്ടുള്ളതുള്ള ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിലുള്ള വർക്ക്, അതിനൊക്കെ ആവശ്യത്തിനനുസരിച്ച് 150ന്റെ മേലെ 200ന്റെ ഇടയിലൊക്കെ ഇട്ടിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് റെഗുലേറ്റർ സെറ്റ് ചെയ്ത് ആംബിയർ സെറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട്. അത് ഓരോ ഏത് സ്ഥലത്തിന് വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേസ് ഇല്ലേ, സ്ഥലം, അതിനനുസരിച്ചാണ് നമുക്കിത് റെഗുലേറ്റർ കൺട്രോൾ ചെയ്യുന്നത്. അതിനനുസരിച്ച് ഇപ്പോൾ കുറഞ്ഞ സ്പേസ് ഒരു 2 മീറ്റർ ലെങ്ത് കേബിൾ ഉള്ളെങ്കിൽ, ഇതിന്റെ ഹോൾഡർ 2 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളെങ്കിൽ നമുക്ക് ഒരു 50-100 ആംബിയറിന്റെ ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 200 ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ലെങ്ത് കേബിൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ കൂടുതൽ. ഒരു 15 മീറ്റർ കേബിൾ ഒരു ബെൽറ്റ് സെറ്റിന് ആവറേജ് 200 ആംബിയർ ഉള്ള ബെൽറ്റ് സെറ്റിന് കൊടുക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ എത്ര ആംബിയർ ഇട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ ചെയ്യേണ്ടത് വെച്ചാൽ 100-150ന്റെ ഇടയിൽ ഇടാം. അതിൽ കിട്ടിയില്ലെങ്കിൽ മാത്രം അതിന്റെ ഓവറായിട്ട് ഇട്ടാൽ മതി. ഈ ഓവറായിട്ട് ഇടുമ്പോ എന്താ പ്രശ്നം വരുന്നത്? ഓവറായിട്ട് ഇടുമ്പോ വെച്ചാല് ഇപ്പൊ ഇതിന്റെ ബോർഡിന്, അതായത് ഈ ബോർഡ് ഈ ടെമ്പറേച്ചറിന് പോകുമ്പോ ഏറ്റവും കൂടുതൽ പോണ ഏതാണ്? ഇതില് മറ്റേ IGBT ടൈപ്പ് ആണ്. IGBT എന്നാൽ ഇതില് സൈഡ് 4 സൈഡ് 8 ഉണ്ട്. ഇതിലിപ്പോ ആംബിയർ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്താണ് ടെമ്പറേച്ചർ കൂടുതലാവും. ഈ ടെമ്പറേച്ചർ കൂടി വരുന്ന സാധനങ്ങൾ ഇതാണോ? ഈ സാധനമാണോ മിസ്സാവുക പോവാ? പോകാൻ സാധ്യത. അപ്പൊ ഇതിന് കൂളിംഗ് ഉണ്ട്, കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. ഈ കൂളിംഗ് ഫാൻ മാക്സിമം ഇതിന് ടെമ്പറേച്ചർ കൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാകും. അതിലും നിൽക്കാതെ വരുമ്പോ ആംബിയർ കൂടുതലും ഔട്ട് ചെയ്യുന്ന സമയത്ത് ചിലത് ഇതിന് ആംബിയർ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഇത് ഡെഡായി പോകും, വീക്കായി പോകും. അങ്ങനെ പോയി. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകത ആയിട്ട് കാണുന്നത് അല്ലേ? അപ്പൊ ഓക്കെ,
അപ്പൊ ഇതിന്റെ കൂടുതൽ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് തന്നെ എടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് വരും വഴികളിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്തോളൂ. ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാം. ഇനി നമ്മളൊരു വേറെ ഒരാളും കൂടി വരുന്നുണ്ട്. ലെമനി 65 ഗ്രൈൻഡർ, കാർ വാഷ്, ഓൾമോസ്റ്റ് പിന്നെ ചെയിൻസോ പെട്രോൾ എഞ്ചിൻ ഒക്കെ നന്നാക്കുന്ന മനുവേട്ടനെ എനിക്ക് പരിചയപ്പെടുണ്ടായി. ഇതാണ് നമ്മുടെ മനുവേട്ടൻ. അസ്സലാമു അലൈക്കും. ഇതാണ് നമ്മുടെ മനുവേട്ടൻ. മനുവേട്ടൻ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മളെ ഈ ഗ്രൈൻഡറിന്റെ ആർമേച്ചർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇയാള് അടിപൊളിയായിട്ട് ചെയ്യും. സർവീസർമാര് അല്ല കസ്റ്റമർക്കൊക്കെ തൃപ്തിയല്ലേ നമ്മളെ. അപ്പോ ഈ സാധനം ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അന്നേ നമുക്ക് നന്നായി കൊടുത്തൂടെ. 65 ഗ്രൈൻഡർ ഒക്കെ സ്പോട്ടിൽ നന്നായി കൊടുത്തൂടെ. ഇതാണ് ഏവണിന്റെ പ്രത്യേകത. ഏവണിന്റെ സർവീസിലാണ് മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ സാധനം മാത്രം വിറ്റാ പോരാ, സർവീസ് കൊടുക്കാൻ കഴിയണം. സർവീസ് കൊടുത്തെങ്കിലേ കസ്റ്റമർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം സർവീസറായിരുന്നു. സർവീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഷോപ്പ് തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് മേലെ പോയിട്ട് നമുക്ക് സാധനങ്ങൾ മൊത്തം പരിചയപ്പെടുത്തി തരാം.